ക്രൂ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും മഴയൊക്കെ അടിച്ച് ആകപ്പെട്ട് ക്ഷീണിച്ച് വീട്ടിലിരിക്കാമെന്നറിയാം. അപ്പോൾ ഞങ്ങളിത് ഇവിടെ വീടിൻ്റെ അടുത്താണ് ഞാനൊരു സ്ഥലം വരെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ അറിയാം. നമ്മുടെ ഞണ്ടൃക്കി ഇതേ ഇപ്പോൾ കാണുന്ന കാഴ്ച ഫ്രണ്ട്സ്. കുറേ ആൾക്കാർക്ക് വന്ന് കണ്ടു പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഹെവി സീനാണ്. അത് മഴ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് മഴ പെയ്തിരിക്കുകയാണ്. അന്നേരം കാണുന്ന സീനാണ് ഫ്രണ്ട്സ്. ഇതാണ് ഇപ്പോഴത്തെ ഞണ്ടൃക്കിയുടെ സീൻ. ഇതല്ലേ, അങ്ങോട്ടൊക്കെ നമ്മൾ ഇറങ്ങണ റിസ്ക്കാണ്. പിന്നെ ഇതിലൊരു വഴിയുണ്ട്, ആ വഴി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കൂട്ടുകാരാണ് പോയെ. അപ്പോൾ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ഇതുണ്ടോ, ഇത് ഞണ്ടൃക്കി പാലം കണ്ടോ? മഴക്കാലം പറഞ്ഞാൽ ആസ്വദിക്കാനൊക്കെ കൊള്ളാം, പക്ഷെ ഇത്ര ടെററാണ് എല്ലാവരുടെ അവസ്ഥ ആലോചിച്ചോക്കണം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ വേനൽ സമയത്തെ വീഡിയോ പിന്നെ കുറച്ച് മഴ പെയ്തപ്പോഴുള്ള വീഡിയോ നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കിയറിയാം. ഇപ്പം എൻ്റെ ഈ ക്രൂ മെമ്പേഴ്സ് ആരില്ല കേട്ടോ, കാരണം ആരും ഞാൻ കൂട്ടിയില്ല. കാരണം അറിയാലോ, ഒന്നാമത്തെ കാര്യം നമ്മൾ സ്വന്തം ഒരു റിസ്ക് എടുത്ത പോലെ സ്വന്തം റിസ്ക് എടുത്ത് വരുന്നതിനേക്കാളും നല്ലതല്ല അവർ കൂടെ ആളെ കൂട്ടുന്നത്. എന്നാലും അവരെ കൂടെ നമ്മൾ അടപെടുത്തപ്പെടുത്തല്ലോ, കാരണം അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ വിട്ടാവട്ടെ ഇറങ്ങി ചാടണം എന്നൊക്കെ പറയാൻ നമ്മൾ സീനാവില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇതാണല്ലേ, നമ്മളങ്ങനെ ഞണ്ടൃക്കിയുടെ കാഴ്ചകളിലോട്ട് ഇത് കണ്ടോ, ആ വെള്ളം ചാടണം അതിലേക്കൂടെയൊക്കെ ഞാൻ വന്ന സമയത്ത് ഒരു കല്ലൊക്കെ താഴോട്ട് എന്നോട് ഫ്രണ്ട്സ്. അപ്പോൾ എത്രയും ഭീകരമാണ് അവസ്ഥ എന്ന് ആലോചിച്ചോക്കണേ. ഈ പാറയുടെ അടിയിൽ മഴ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് നനയില്ല കേട്ടോ, പക്ഷെ അവര് ചാറ്റടിച്ച സീനാണ്. അതുകൊണ്ട് ഇപ്പം ഞണ്ടൃക്കി ഇതിലേക്ക് വെള്ളം വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ ഞണ്ടൃക്കി വെള്ളച്ചാട്ടത്തിന് ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ വെള്ളം വീഴുന്ന ആ ഭാഗമില്. അവിടുന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പൊങ്ങണ സ്ഥലമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഇതുണ്ടോ, ഇവിടെ ഇപ്പം അതിൽ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ വരുന്നുണ്ട്. ഇത് ഇങ്ങനൊരു വലിയൊരു അളവാണ്. ഈ അള്ളിൻ്റെ അടിയിൽ കൂടെയാണ് ഈ വെള്ളം വരുന്നത്. അതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ബാക്കിയുള്ള വെള്ളച്ചാട്ടം ചേർത്ത് ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ കണ്ടൊരു കാഴ്ചകളുടെ നമ്മുടെ നാട്ടിലായിട്ട് പറയുന്നത് കാഴ്ച കാണാൻ നല്ല ലുക്കുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഞണ്ടൃക്കി. നമ്മൾ പൊക്കി പറയുന്നത് നമ്മുടെ നാട്ടുകാരായിട്ട് പറയുന്നത് അതെനിക്ക് ഇഷ്ടമാണ്, മനസ്സോടെ വളരെ ഇഷ്ടപ്പെട്ട വെള്ളച്ചാട്ടമാണ്. നമ്മൾ അതിർപ്പള്ളിയൊക്കെ കാണാൻ ചേർന്ന് ഇപ്പം ഇന്ന് ന്യൂസിലൊക്കെ കണ്ടപ്പോൾ ഫ്രണ്ട്സ് എന്നെ വന്നിച്ചു. ഇതാണ് ആ അള്ളിൻ്റെ അടുക്കള വരുന്ന കാഴ്ച ഉണ്ട്. അത് സൂം ചെയ്ത് കാണിക്കാം. ഇത് ഇവിടെയും ചെറിയ വെള്ളച്ചാട്ടം പോലെ സെറ്റപ്പ് ഒന്നുണ്ട്. പിന്നെ ആ താഴോട്ട് നോക്കൂ ഫ്രണ്ട്സ്, ഹെവിയാണ്, ഹെവി സീനാണ്. അത് ഈ കാവ്യാത്മകമായ ഭാഷയെ പറയുമ്പോൾ തന്നെ രൗദ്രഭാവം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒരുപാട് മരങ്ങളും കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേറൊരു ദിവസം അതിലൂടെ പോകുന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം അവിടെ വേനൽക്കാലത്ത് ആ വഴിക്ക് പോകണം, എങ്കിലേ നമുക്ക് സേഫായിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. കാരണം ആ സമയത്തെല്ലാം ഉണങ്ങിക്കിടയായിരിക്കും. കണ്ടില്ല ഫ്രണ്ട്സ്, ഇതിന് മേളത്തെ വെള്ളച്ചാട്ടം ഇവിടെ ചെറിയൊരിത് കാണാം. ഇത് കണ്ടോ, മൊത്തം മിസ്റ്റാണ്. അത് വാട്ടർ മിസ്റ്റ്, അത് സ്നോ മിസ്റ്റ് അല്ല, വാട്ടർ മിസ്റ്റാണ്.
കലങ്ങി പറഞ്ഞു വരുന്നുണ്ട്. ഇതിൽ നല്ല മടുത്ത മണിക്കുമ്പോൾ നമുക്ക് അപ്പുറന്ന് പോകാമെന്ന് തോന്നുന്നു. പിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, കാണാനേ ഭംഗിയുള്ളൂ. അടുത്തെറിഞ്ഞാൽ ഇച്ചിരി സീനാണ്. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അടുത്ത വ്യൂ അപ്പുറമാണ്, അപ്പുറം കാണാം. പിന്നെ ഈ സൈഡിൽ കൂടെ പോകണം അത്ര റിസ്ക് അല്ല കേട്ടോ, കാരണം അറിയാലോ ഇത് കണ്ടില്ലേ, വെള്ളം നമുക്ക് ഇങ്ങോട്ട് അങ്ങനെ കയറി വരുന്നില്ല. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴുകിയ ചരിത്രമുണ്ട് കേട്ടോ. കലിപ്പാണ് ഗൈസ്, കലിപ്പാണ് കൂട്ടുകാർ. ഇതുണ്ടോ ഇതിൻ്റെ ഇടയ്ക്കുറേ കണ്ടില്ലേ, ഇത് വെള്ളം തന്നെ ചോല. ശബ്ദം എന്ന് പറഞ്ഞാൽ നല്ല പേടിപ്പെടുന്ന ശബ്ദമാണ്. ഞാൻ എന്തായാലും പിന്നെ ഫ്രണ്ട്സ് ഇവിടെ വലിയൊരു കാഴ്ചയുണ്ടോ, ഇതൊന്നും അല്ല, ആ വാങ്ങണ്ടോ ഇത്, അവിടെ ഒരു വീടുണ്ട്, സ്ഥിരം താമസമുള്ള വീടാണ്. അവിടെ ആടുണ്ട്, വീടുണ്ട്, ആടിനെ വളർത്തുന്ന ഒരു വീടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് വേറെ ദിവസം പോകാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫ്രണ്ട്സ് ഇവിടുന്ന് മിസ്റ്റ് അടിച്ചു തുടങ്ങി, വാട്ടർ മിസ്റ്റ്. പക്ഷെ വൈബാട്ടോ, വൻ വൈബാ ഇവിടെ. നമ്മൾ കയറുന്ന വഴിയുണ്ടോ, ഇത്രയും കുത്ത് കയറ്റമാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്ക് എന്തായാലും അറിയായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്താ.